ഹായ് ഓൾ, നമ്മുടെ പുതിയ കിയ സെൽത്തോസിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് ടാഗ് തന്നെയാണ്. അപ്പോൾ അതിന്റെ 10.99 lakhs എന്ന് പറയുന്ന ബേസ് വേരിയന്റ് പ്രൈസ് ആണ് നമ്മളെല്ലാം അട്രാക്ട് ചെയ്യിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം HTE എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഈ ബേസ് വേരിയന്റ്. ആ ബേസ് വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ സൈഡിൽ ഇപ്പോൾ കിടക്കുന്നത് ടോപ്പ് വേരിയന്റ് ആണ്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ബേസ് വേരിയന്റിൽ നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പ്, അതായത് LED ഹെഡ് ലാമ്പ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാർ മാപ്പ് DRLs നമുക്ക് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നില്ല. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 18 ഇഞ്ച് വീൽസിന് നേരെ പകരം നമുക്ക് വരുന്നത് 16 ഇഞ്ച് സ്റ്റീൽ റിംസ് ആയിരിക്കും വരുന്നത്. പിന്നെ ബോഡി കളറായിട്ടുള്ള ഒരു മിറേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണില്ല, പക്ഷേ ബോഡി കളർ ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ഫോൾഡിങ് ഉണ്ടാവില്ല. പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽസ് പോപ്പപ്പ് ചെയ്ത രീതിയിലാണ് ടോപ്പിലിന് വരുന്നത്. നമുക്ക് ഈ HTE എന്ന് പറയുന്ന വേരിയന്റിൽ മാനുവൽ രീതിയിൽ തന്നെ ആയിരിക്കും, പക്ഷേ സെയിം ഡിസൈനിലുള്ള ഡോർ ഹാൻഡിൽസ് ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ HTEയുടെ ബേസ് വേരിയന്റിൽ നമുക്ക് വരുമ്പോഴത്തേക്കിനും മുകളിൽ നമുക്ക് ഷാർക്ക് ഫിന്നാൻഡിന് വരും, ഈ ഒരു സ്പോയിലർ വരും, പിന്നെ നമുക്ക് ഈ ഒരു ഹൈ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ പ്രധാന അട്രാക്ഷനായ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, LED ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് ഈ ഒരു ബേസ് വേരിയന്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്റീരിയറിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ബേസ് വേരിയന്റിന്റെ ഇന്റീരിയറിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു സ്മോക്കി ബ്ലാക്ക് വിത്ത് ഗ്രേ 2-ടോൺ ഇന്റീരിയേഴ്സ് ആണ് നമുക്ക് ഇന്റീരിയറിൽ കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഡീ കട്ട് സ്റ്റിയറിംഗ് വീൽ വരുന്നു, വിത്ത് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് വന്നിട്ട് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റാണ് വരുന്നത്. പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്. പിന്നെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്, നമുക്ക് 13.48 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരു 6 സ്പീക്കർ സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ AC വന്നിട്ട് മാനുവൽ ആണ് വരുന്നത്, എങ്കിലും നമുക്ക് ബാക്കിൽ നമുക്ക് AC വെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ബാക്കിൽ നമുക്ക് ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ബേസ് വേരിയന്റ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെഹിക്കിൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വെഹിക്കിളിൻ്റെ ഒരു പ്രൈസ് അറിയാമല്ലോ, 10.99 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 13.79 lakhs ആണ് ഓൺ റോഡ് പ്രൈസ്. ഈ ഒരു പ്രൈസിന് ഒരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ എടുത്ത് പറയാവുന്ന ഒരു ബേസ് വേരിയന്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിയോൺ കിയയുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.